നിലമ്പൂർ തീവ്രമാകുന്നു എന്നാണ് ചോദ്യം. ഈ വിഷയത്തിൽ എനിക്ക് രണ്ട് പാർട്ടികളെക്കുറിച്ചും, ഒന്ന് PDP എന്ന പാർട്ടിയെക്കുറിച്ചും രണ്ട് വെൽഫെയർ എന്ന പാർട്ടിയെക്കുറിച്ചും, ഈ രണ്ടു പാർട്ടികളും LDFിൻ്റെയും UDFിൻ്റെയും ഭാഗമായി പല കാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചും പറയാനുണ്ട്. അത് ആദ്യം എനിക്ക് പറയേണ്ടത് വെൽഫെയർ പാർട്ടിയെക്കുറിച്ചാണ്. വെൽഫെയർ പാർട്ടി രൂപീകൃതമാകുന്നത് 2010 അതിനു മുമ്പ് തന്നെ ജമാഅത്തെ പല സാഹചര്യങ്ങളിലും പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്തയുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ജമാഅത്തെ? ജമാഅത്തെ എന്ന് പറയുന്നത് ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ ഭാഗമായി മൗദൂദിയൻ ആശയങ്ങളാൽ ആകൃഷ്ടരായി മതരാഷ്ട്രവാദം ഉറപ്പിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1985 വരെ ഇന്ത്യയിലെ ഒരു തിരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസികൾ വോട്ട് രേഖപ്പെടുത്താൻ അവരുടെ മതവിശ്വാസം അവരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അത് 1985 വരെയുള്ളതാണെന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ നമ്മളുടെ ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു നേതാവ് ഇപ്പോഴും അത് ശിർക്കാണ്, അതായത് ബഹുദൈവാരാധനയ്ക്ക് തുല്യമാണ് ഏതെങ്കിലും അനിസ്ലാമികമായിട്ടുള്ള അധികാരത്തെ സ്ഥാപിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് മൗദൂദിയൻ മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്നവരുടെ അമീർ പറയുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും പറയുന്നത് അത് ശിർക്കാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് പോലും ശിർക്കാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗം ജമാഅത്തയിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. അവർക്ക് ജനാധിപത്യവുമായി എന്ത് ബന്ധമെന്ന ചോദ്യത്തിന് അവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിനും അപ്പുറത്തേക്കുള്ള മറ്റേത് അധികാര സ്വരൂപങ്ങളെയും നിഷേധിക്കുന്നു. അത് നിഷേധിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം സുന്നി വിഭാഗങ്ങളിൽപ്പെട്ടവരും സമസ്തയിലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ജമാഅത്തെ ഇസ്ലാമിയുമായി ആരോഗ്യകരമായ ഒരു അകലം പാലിക്കുന്നത്. എന്താണ് അകലത്തിൻ്റെ കാരണം? അകലത്തിൻ്റെ കാരണം മറ്റെല്ലാ സുന്നി വിശ്വാസികളും അതാത് സംവിധാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ നിയമത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ജീവിത രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മറിച്ചൊരു ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ ഭാഗമായി ഒരു മതരാഷ്ട്രവാദം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ മതരാഷ്ട്രവാദത്തിന് പുറത്തുള്ളതെന്തും ഷിർക്കായി കണക്കാക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. ഇതിൽ നിന്ന് എത്ര പിന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും അടിസ്ഥാനമായ ആശയങ്ങളിൽ നിന്ന് മൗദൂദിയൻ സങ്കല്പങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. തെളിവുകൾ പലതാണ്, നമുക്ക് വേണ്ടുന്ന ഘട്ടങ്ങളിൽ ഇത് പറയാം. ഇനി രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് പറയാം. 1985 ശേഷമാണ്, അതായത് അവർക്ക് ഈ ഷിർക്ക് അല്ല എന്നവർ തീരുമാനിച്ചത്, വോട്ട് രേഖപ്പെടുത്തുന്നത് ഷിർക്കല്ല എന്ന് തത്വത്തിൽ തീരുമാനിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊള്ളുന്നത് 1985 ശേഷം, രാഷ്ട്രീയ സംഘടനയായി രൂപം കൊള്ളുന്നതിന് മുൻപ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് 85 ശേഷമാണ്. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പറയാം. 1987 പ്രബോധനത്തിൽ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രബോധനത്തിൽ ഇങ്ങനെ എഴുതുന്നു, അവർ 1987 അസംബ്ലി പാർലമെൻറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ആർക്കൊപ്പമായിരുന്നു എന്ന ചോദ്യം. UDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട നരേഷൻ കഴിഞ്ഞ 30 വർഷമായി 1987 മുതൽ 2019 വരെ LDFിനെ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നവരാണ് ഈ വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തെ ഇസ്ലാമി എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന് ഖണ്ഡിക്കാൻ പറ്റുന്ന ഒരു വാദം പ്രബോധനത്തിൽ തന്നെയുണ്ട്. 1987 ടു കോട്ട് അസംബ്ലി, പാർലമെൻറ്റ്, തദ്ദേശ ഭരണ സമിതികൾ എന്നിവയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് അംഗങ്ങൾ ആദ്യമായി വോട്ട് ചെയ്തു. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയെന്ന ജമാഅത്തിൻ്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് നൽകുകയുണ്ടായില്ല. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് നൽകുകയുണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമി 70-80കളിൽ പ്രബോധനത്തിൻ്റെ 50ാം വാർഷിക പതിപ്പിലുള്ള വാചകമാണ്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പാർട്ടിക്ക് മാത്രമാണ് വോട്ട് കൊടുക്കാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം അന്ന് വെൽഫെയർ പാർട്ടി ഇല്ല 1987. ആ കൊടുക്കാതിരുന്ന പാർട്ടി വിശേഷിപ്പിച്ചത് എന്താണ്? മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയുണ്ടായില്ല എന്നാണ് ജമാഅത്തയുടെ തന്നെ പ്രബോധനത്തിൽ പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട തെളിവ്. അപ്പോൾ 1987 ഇടതുപക്ഷത്തിന് ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ജമാഅത്തെ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന 1987 മുതൽ 92 വരെ നഖശികാന്തം എതിർത്തിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ 92 ശേഷം എന്തുകൊണ്ടായിരിക്കും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? അപ്പോൾ 87 മുതൽ 92 വരെ റദ്ദായിപ്പോയി. ഇനി 92 ശേഷം സംഭവിച്ചത് ഞാൻ പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ 2 തവണ മാത്രമാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് 1950കളിലാണ്, രണ്ടാമത്തത് 1992 2 തവണയും ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്ത പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാ.
രണ്ടാമത്തെ തവണ ബാൻ ചെയ്തത് 1992 UAPA ചുമത്തിയ. എന്താ കാര്യം? ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്ത് കഴിയുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം. 92 തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല. തുടർന്ന് 94 മുതൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയില്ല. തങ്ങളെ ബാൻ ചെയ്ത കോൺഗ്രസിന് അങ്ങനെ വോട്ട് ചെയ്യും? അത് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വ്യത്യസ്ത മുന്നണികൾക്ക് അവിടെയാണ് അവർ വീണ്ടും ആ സങ്കല്പം കൊണ്ടുവരുന്നത്. സ്ഥാനാർത്ഥികളുടെ മൂല്യത്തിനനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുമെന്ന അവസരവാദപരമായ നിലപാടെടുക്കുന്നത് ഈ ബാനിന് ശേഷമാണ്. 94 ശേഷമാണ് ആ നിലപാടെടുക്കുന്നത്. അങ്ങനെ മാറിയും തിരിഞ്ഞും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ LDF മാത്രമാണോ ജമാഅത്തയുടെ വോട്ട് കിട്ടിയിരിക്കുന്നത്? അല്ല. ജമാഅത്തയുടെ വോട്ട് 2010 വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത് വരെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും, തലശ്ശേരിയിൽ വാങ്ങിയിട്ടുണ്ട് UDF, മലപ്പുറത്ത് പലയിടങ്ങളിലും UDFിൻ്റെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും UDFും ലീഗും വാങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തയും ചേർന്ന് ലീഗിനെ പരാജയപ്പെടുത്താൻ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പ്രാദേശികമായി പല സംവിധാനങ്ങളിലും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും LDFുമായിട്ട് പല പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ആ സഖ്യങ്ങളിൽ പലതും ഒരു പ്രീ ഇലക്ട്രൽ അലയൻസ് ആയിരുന്നില്ല. വഴിക്കടവിൽ നേരത്തെ നരോക്കാബിൽ പറഞ്ഞതുപോലെ അതൊരു പോസ്റ്റ് അലയൻസ് ആയിരുന്നു. അന്ന് നരോക്കാബിൽ മത്സരിക്കുമ്പോൾ CPM സ്ഥാനാർത്ഥിയുണ്ട്. ആ സമയത്ത് CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അവിടെ വെൽഫെയർ പാർട്ടിയിലെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതും പിന്നീട് ആ പഞ്ചായത്ത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി LDF നിലനിർത്തുന്നതും. ആ പോയിന്റാണ് ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ LDF മാത്രമായിട്ടല്ല നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തുടക്കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രബോധനത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഇനി 2009 കാര്യം നേരത്തെ സ്മൃതി പറഞ്ഞു. 2010 അതായത് വെൽഫെയർ പാർട്ടി രൂപീകൃതമാവുന്ന സമയത്ത് എന്താണ് പിണറായി വിജയൻ ഈ ജമാഅത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകം? ജമാഅത്തെ ഇസ്ലാമിയും CPM നിലപാടും എന്ന വിഷയത്തെപ്പറ്റി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: കലാപഭൂമികളിൽ വെറുപ്പിൻ്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏതു ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPMനുണ്ട് എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി അന്ന് ഈ മൗദൂദിയൻ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇത് 2010 ഓർമ്മിക്കണം. 2010 അതായിരുന്നു രാഷ്ട്രീയമായ നിലപാട്. പ്രാദേശികമായി നീങ്ങുന്ന സഖ്യങ്ങളും പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും തമ്മിൽ അന്തരമുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു തുറന്ന സഖ്യത്തിന് CPM തയ്യാറായിരുന്നില്ലെന്ന് മാത്രമല്ല 1987 അതേ നിലപാടാണ് ആശയപരമായി ഇന്നും ഇടതുമുന്നണി സ്വീകരിക്കുന്നത്. തീർച്ചയായും ഞാൻ 2009 വായിച്ചത്. ഞാൻ 2010 ഞാൻ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ മീറ്റിംഗ്. ആ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ മീറ്റിംഗ് ക്യാമറയുടെ മുന്നിലല്ലേ പോയി മീറ്റിംഗ് നടത്തിയത്. എല്ലാ നേതാക്കളും നോക്കൂ, എല്ലാ നേതാക്കളും ഒരു തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ എല്ലാവരുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും കോയമ്പത്തൂർ ജയിലിൽ മധുരയെ കാണാൻ പോയില്ലേ? ഉണ്ടിട്ടാണോ പോയത്? ഉണ്ടിട്ടല്ലോ പോയത്. അത് വലിയ വാർത്തയായി മാറിയില്ലേ? അതാണ് പ്രശ്നം. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ സ്മൃതി പറഞ്ഞപ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കിയില്ല. ഞാൻ നോക്കൂ, 2010 വരെ ഞാൻ എത്തിയിട്ടുള്ളൂ. ഇനിയുമുണ്ട്. ഇനി CPMന്റെ 2010 ശേഷമുള്ള നിലപാടുകൾ കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. ഈ ജമാഅത്തയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായൊരു ബാന്ധവം ഉണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചതായിട്ട് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള രേഖകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന നീക്കുപോക്കുകളും സഖ്യങ്ങളും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് LDFിൻ്റെയും UDFിൻ്റെയും ഭാഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 2010 2011 സംഭവിച്ചത്. 2010 കിനാലൂരുമായി ബന്ധപ്പെട്ടൊരു വലിയ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തു. കിനാലൂരിൽ ഈ ജമാഅത്തെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അടിച്ചത് അന്നത്തെ പോലീസാണ് എന്നല്ലേ നമ്മൾ ചർച്ച ചെയ്തത്. ഇടതുപക്ഷത്തിൻ്റെ പോലീസ് എങ്ങനെയാണ് ഇടതുപക്ഷവുമായി സഖ്യത്തിലുള്ള ജമാഅത്തയുടെ വിശ്വാസികളെ ഈ തല്ലിച്ചതയ്ക്കുക എന്ന് പറയുന്നത് ലോജിക്കലായി നിൽക്കുന്ന ആർഗ്യുമെൻ്റ് ആണോ? അത് കിനാലൂരിലെ ഒരു വിഷയം. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ആശയപരമായി രാഷ്ട്രീയമായി മൗദൂദിയൻ പ്രസ്ഥാനത്തെ ഇടതുപക്ഷം ഒരിടത്തും ആശയപരമായി അംഗീകരിച്ചിരുന്നതേയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതിൽ ഹമീദ് വാണിമേൽ എന്ന് പറയുന്നൊരു നേതാവുണ്ട്. എന്താ ഈ ഹമീദ് വാണിമേൽ എന്ന് പറയുന്ന നേതാവ് ഒരു തീരുമാനമെടുത്ത് ലീഗിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ലീഗിലേക്ക് പോകുന്നത്
ഈ ഒരു ഗത്യന്തരവുമില്ലാതെ ചിലയിടങ്ങളിൽ CPM അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജമാഅത്തെ എടുത്തൊരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഹമീദ് വാണിമേൽ മാറുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഇതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ജമാഅത്തെ എടുത്തിരുന്ന ഒരു പൊതു നിലപാട് എല്ലാ കാലഘട്ടത്തിലും CPM രാഷ്ട്രീയ ലൈനെതിരായിരുന്നു. CPM ജമാഅത്തേക്കെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ ലൈനാണ് സ്വീകരിച്ചിരുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു. എന്നാൽ പ്രാദേശികമായ നീക്കുപോക്കുകൾ LDF ഭാഗത്തും UDF ഭാഗത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ അബ്ദുള്ള മൗലവി ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? താഗൂതിയൻ പാർട്ടി എന്നാണ്. താഗൂതിയൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ളൊരു പാർട്ടി എന്നാണ് CPM വിശേഷിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരൊറ്റ പാർട്ടി അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ പാർട്ടിയുമായി ആ രീതിയിൽ ആശയപരമായിട്ടുള്ള ഒരു അവിഹിത ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 1987 കാര്യം ഞാൻ പറഞ്ഞു. അതായത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഇന്നുവരെ തിരുത്തിയിട്ടില്ല. ഇന്നുവരെ ആ അമീറിന്റെ വാചകം തിരുത്തിയിട്ടില്ല. അതാണ് പാർട്ടിക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക് LDF അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും CPM വെൽഫെയർ പാർട്ടി ആയാലും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള പൊളിറ്റിക്കൽ ലൈൻ അതാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആ സഹകരണം രണ്ട് ഭാഗത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മലപ്പുറത്ത് സഹകരണമില്ലേ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലീഗ് തലശ്ശേരിയിൽ 2 കൗൺസിലർമാരെ ഇതേ UDF ഭാഗമായിട്ടല്ലേ മത്സരിപ്പിച്ചത്? താങ്കൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പിന്നെ എവിടെയാ ഉള്ളത്? ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലാതെ ഒരു നിമിഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലാതെ CPM വെൽഫെയർ പാർട്ടി ഒരു പ്രീ ഇലക്ടറൽ അലയൻസ് ഉണ്ടാക്കിയ ഒരു സാഹചര്യം പറയും. അലയൻസ് അല്ല ഞാൻ പറയുന്നത്. ഇനി വേണ്ട, പോസ്റ്റ് ഇലക്ടറൽ അലയൻസ് ഉണ്ടാക്കിയത് പറയും. ഞാൻ പറയട്ടെ, ഞങ്ങൾ പിന്തുണ കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഇതിപ്പോ നോക്കൂ, ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നൊരു കാര്യം വർഗീയ മുന്നണിയായി എന്നുള്ളതാണല്ലോ. മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടി പിന്തുണ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാന്നല്ല, മുന്നണിയുടെ ഭാഗമാക്കുക എന്നല്ല. അതേപോലെ തന്നെയാണ് PDPയും വോട്ട് ചെയ്യാന്നാണ് പറയുന്നത്. PDP മുന്നണിയല്ല. ഒറ്റ മിനിറ്റ്, താങ്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം പറയുന്നുണ്ട്. 2024 P ജയരാജൻ പറഞ്ഞ ഒറ്റ കാര്യം കൂടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ CPM നിലപാട് അന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചെടുക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചു എന്നതുകൊണ്ട് അവരുടെ മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചു എന്നതിന് അർത്ഥമില്ല. ആയിക്കോട്ടെ, അംഗീകരിക്കുന്നു, അവരുടെ വോട്ട് നേടുന്നു എന്നതുകൊണ്ട് അവരെ അംഗീകരിക്കേണ്ട, അവരെ വോട്ട് വാങ്ങുന്നുണ്ട്. വർത്തമാനകാല വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നിലപാട് മാറ്റം. മതരാഷ്ട്രവാദത്തെ ഇവിടെ ആരാണ് അംഗീകരിക്കുന്നത്? മതരാഷ്ട്രവാദം ഇല്ലെന്നാണ് പറഞ്ഞത്. അല്ല പറഞ്ഞത്, മതരാഷ്ട്രവാദം അവരിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അവരിപ്പോൾ കേരളത്തിൽ മതരാഷ്ട്രവാദം ഒന്നും പറയുന്നില്ലല്ലോ എന്നായിരുന്നു ആ വാചകം. വിശ്വസിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദിയല്ലെന്ന്. മതരാഷ്ട്രവാദം ഞങ്ങൾക്കില്ല എന്ന് അമീർ, ഇതായി ഇപ്പോഴുള്ള അമീർ പറഞ്ഞത് കഴിഞ്ഞ വർഷമല്ലേ വാക്കുകളെ ആ അമീറിന്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റും പ്രസംഗമല്ലേ നമ്മൾ കൊടുത്തത്? നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിൽ ആ പ്രസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാൾ പറയുകയാണ് മൗദൂദിയൻ ആശയം ഞങ്ങൾ കൈവിട്ടിട്ടില്ല. മൗദൂദിയൻ ആശയങ്ങൾ കൈവിട്ടിട്ടുള്ളതെന്ന് ജമാഅത്തിലെ ഏത് നേതാവാണ് പരസ്യമായി പറഞ്ഞ് അംഗീകരിച്ചിട്ടുള്ളത്? എനിക്ക് മനസ്സിലാവുന്നത് താങ്കളുടെ തർക്കം ഏതിലാണ്. മേടിച്ചിട്ടുണ്ട്, ഇവിടെ കോൺഗ്രസും മേടിച്ചിട്ടുണ്ട്. CPM മേടിക്കുന്ന ഘട്ടത്തിൽ മതരാഷ്ട്രവാദം ഇല്ല എന്ന് മതരാഷ്ട്രവാദികളാണ് CPM എന്ന നിലപാട് CPM എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന നിലപാട് CPM എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ CPM പാർട്ടി എന്ന് വിശേഷിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്നുവരെ ആ പാർട്ടി സ്വീകരിച്ചിട്ട് നിലപാടെന്താ? കോൺഗ്രസിന്റെ നിലപാടെന്താ? അതെനിക്ക് അറിയേണ്ടത്. ഇതൊരു മതരാഷ്ട്രവാദ പാർട്ടിയാണെന്ന നിലപാട് കോൺഗ്രസിനുണ്ട്. ഇന്നും ചോദിക്കൂ, CPM നേതാവ് പറയും അതൊരു മതരാഷ്ട്രവാദ നിലപാടാണ്. 2010 ചോദിക്കൂ CPM നിലപാട്, 2014 ചോദിക്കൂ CPM നിലപാട്, 1987 ചോദിക്കുന്നു. CPM അന്നും ഇന്നും മൗദൂദിയൻ പാർട്ടിയെ കുറിച്ച് ഒറ്റ നിലപാടേ ഉള്ളൂ. മാറ്റമുണ്ടെന്ന് കാണിച്ചുക. 2010 CPM നേതാക്കൾ പറഞ്ഞ ഒരു വാചകം എടുത്ത് കാണിച്ചു. അത് ഏതാണ്? എല്ലാ വാചകവും ഞാനതിൽ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്, പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുഖംമൂടിയെ തുറന്നു കാണിക്കണം എന്നാണ്. ഇന്ന് പറഞ്ഞെന്താ? വർഗീയ പാർട്ടിയാണെന്ന നിലപാടാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോ UDF പ്രചരിപ്പിക്കാൻ ശ്രമിച്ചൊരു ആശയമുണ്ട്. എന്താണ്? ഒരു ഭാഗത്ത് നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയും PDPയും കൂടി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. അങ്ങനെ കൂട്ടിക്കെട്ടൽ സാധ്യമാണ്. ഈ UDF ഭാഗമായിട്ടല്ലേ 2001 2 മണ്ഡലങ്ങളിൽ ഈ PDP പ്രവർത്തിച്ചത്? ഈ PDP 2 ഇടങ്ങളിൽ മത്സരിച്ചിട്ടില്ലേ? കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടില്ലേ? അതേപോലെ കുന്നമംഗലത്ത് മത്സരിച്ചിട്ടില്ലേ? ഈ 2 മത്സരിച്ചത് അന്ന് UDF ഭാഗമായിട്ട് PDP ആണ് മത്സരിക്കുന്നത്.
2 സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഈ PDP ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? എന്തത് PDP-യും വെൽഫെയർ പാർട്ടി, PDP നിങ്ങൾക്ക് സഹകരിപ്പിക്കാം, ജമാഅത്തെ ഇസ്ലാമിയെ സഹകരിപ്പിക്കാൻ പറ്റില്ല. വ്യക്തമായ കാരണമുണ്ട്. PDP-യെ കുറിച്ച് പാർട്ടിക്ക് അന്നും ഇന്നുമുള്ള നിലപാട് അത് സാമൂഹിക നീതിയും രാഷ്ട്രീയ നീതിയും നിഷേധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് PDP എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താ? തീവ്രവാദത്തിന്റെ അംബാസഡറാണ്. ആര് പറഞ്ഞു? അബ്ദുൽ നാസർ മദനി. ആര് പറഞ്ഞു? പി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പാർട്ടി എൻഡോൺ ചെയ്തോ? പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പാർട്ടി അംഗീകരിച്ചോ? അല്ല, പാർട്ടി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പിണറായി വിജയൻ മാത്രമാണ് പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിലെ ഏതോ ഒരു നേതാവ് പറയുന്നതാണ്. എന്താണിത്? പാർട്ടിയുടെ ആ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമല്ലാത്ത ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ വാക്കുകളെ എൻഡോഴ്സ് ചെയ്തു? ഇല്ലല്ലോ. അത് തിരുത്തുകയാണ് പറഞ്ഞത്. അതിന്റെ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളുമുണ്ട് ഈ വിഷയത്തിലടക്കം എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ നിൽക്കല്ലേ ഒരു നിമിഷം, അതിൽ നിൽക്കല്ലേ ഞാൻ ഈ പറയുന്നത് കേൾക്കൂ. PDP-യുമായി ബന്ധപ്പെട്ട തീവ്രവാദത്തിന്റെ അംബാസിഡർ എന്നൊരു നിലപാട് CPM ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ശരിയാണ്, പല പ്രകോപനപരമായ പ്രസംഗങ്ങളുണ്ട്. ഈ പ്രകോപനപരമായ പ്രസംഗങ്ങളുടെ പേരിൽ കേസെടുത്തത് ആരാ? UDF ആണ് കേസെടുത്തിരിക്കുന്നത്. ഈ UDF എടുത്തിരിക്കുന്ന കേസുകളുടെ പുറത്തല്ലേ പല സെഷൻസ് കോടതികളിലും വിചാരണ നടന്ന് ഏതെങ്കിലും ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ PDP-യുമായി ബന്ധപ്പെട്ട്, അതാണ് എനിക്ക് പ്രേക്ഷകരോടും ഒപ്പം തന്നെ സുജയ പാർവതിയോടും ഒപ്പം സ്മൃതിയോടും ആന്റോ അഗസ്റ്റോടും ചോദിക്കാനുള്ളത്. PDP-ക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ 302-ന്റെ പേരിൽ ഒരു കേസ് ഈ കേരളത്തിലോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇട്ടിട്ടുണ്ടോ? അല്ലല്ല, ഒരൊറ്റ മിനിറ്റ്. ഞാൻ ഈ അബ്ദുൽ നാസർ മദനിക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ചർച്ച നടത്തിയിട്ടുള്ള ആളാണ്. ഞാൻ അബ്ദുൽ നാസർ മദനിക്കെതിരാണെന്നും പറയേണ്ടതല്ല. തീവ്ര നിലപാട് അന്ന് ഇവിടെ നായനാരാണ് പിടിച്ചു കൊടുക്കുന്നതെന്നേ. നയനാര് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വാദം നീണ്ടുപോകുന്നു. നയനാര് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നയനാര് പിടിച്ചു കൊടുക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആര് പറഞ്ഞിട്ടാണ് നയനാര് പിടിച്ചു കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് പിടിച്ചു കൊടുക്കേണ്ടി വന്നത്? കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസ് കേരള പോലീസാണോ അന്വേഷിച്ചത്? കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസ് അന്വേഷിച്ചത് തമിഴ്നാട് പോലീസ്. അന്ന് തമിഴ്നാട് പോലീസ് ആവശ്യപ്പെട്ട സമയത്ത് ബാന്ധവമുണ്ടായിരുന്ന CPM കേരള പോലീസിനെ വിടാതെ, അറസ്റ്റ് ചെയ്യാതെ മദനിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത്? നിയമത്തിന്റെ വഴിക്ക് പോകും. കൃത്യമായി പോലീസ് അനവാർശേരിയിലെത്തി പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മളല്ലേ സംപ്രേഷണം ചെയ്തത്? CPM ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച മദനിയോട് ചെയ്തു എന്ന നിലപാടിനുള്ള ഏറ്റവും വലിയ തടസ്സമല്ലേ ഈ പറയുന്ന കാഴ്ച? അപ്പോൾ അതും അവിടെ നിൽക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും തരത്തിൽ ഈ നിമിഷം വരെയും 302 എടുത്തിട്ടില്ല. അതിനുശേഷം 9.5 വർഷക്കാലമാണ് ഒരു തരത്തിലുള്ള വിചാരണയും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ശിക്ഷയുമില്ലാതെ ഈ മദനിയെ ജയിലിൽ പാർപ്പിച്ചത്. ഈ നിമിഷം വരെയും ഈ മദനിക്കെതിരെ അതുമായി ബന്ധപ്പെട്ട 8 പ്രധാനപ്പെട്ട ചാർജ് ഷീറ്റുകൾക്കും അപ്പുറത്തേക്ക് ഒരു കേസും അവിടെ ഇല്ല. ഒരു സാക്ഷി തെളിവ് പോലും ഇന്ന് നിലനിൽക്കുന്ന സാക്ഷി തെളിവില്ല. രണ്ടാമത്തേത് ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസാണ്. ആ കേസിൽ ഏത് തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത്? അപ്പോൾ സാമൂഹിക നീതിയും രാഷ്ട്രീയ നീതിയും നിഷേധിക്കപ്പെട്ട PDP-യെയും മതരാഷ്ട്രവാദത്തെ പിന്തുടരുന്ന ജമാഅത്തെയും ഒരേ നുഖത്തിൽ കെട്ടാൻ കഴിയില്ല എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, ജമാഅത്തെയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആശയം CPM 1987 എങ്ങനെ എടുത്തോ അതേ നിലപാടിൽ തന്നെയാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതിൽ അവസരവാദപരമായ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളത് മൂന്നാമത്തെ വാദം. അതിൻ്റെ പേരിൽ UDF തേടുന്ന വോട്ടുകൾ, അത് UDF-നുള്ള അവകാശമാണ്. UDF-ന് ആരുമായിട്ടും സഖ്യം ചേരാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഏതെങ്കിലും അവസരവാദപരമായ ഇരട്ടത്താപ്പ് LDF മാത്രമാണ് കാണിച്ചതെന്ന വാദം നിലനിൽക്കില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നായനാർ അത് കഴിഞ്ഞ ശേഷം ഈ സർക്കാരിന്റെ നേട്ടങ്ങളുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന കോയമ്പത്തൂർ സ്ഫോടനം, തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മദനി അടക്കമുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങൾ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ ഉള്ളിലേ നുള്ളാൻ കഴിഞ്ഞത് എന്ന ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്നു. പിടിച്ചു കൊടുത്തതിൽ ആരാണ് ഉത്തരവിട്ടതെന്ന് ചോദ്യം വേണ്ട. പിടിച്ചു കൊടുത്തതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ആ നിലവിലിരിക്കുന്ന ഒരു കേസിന്റെ തുടക്കത്തിൽ ആ കേസിലെ തെളിവുകൾ കോടതി പോലീസ് സൂചിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ് പിടിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ PDP-യുമായി ആ രീതിയിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ചെയ്തിട്ടില്ല എന്നതാണ് പറഞ്ഞു വന്നത്. ആ വാദത്തെ സെൽഫ് ഡിഫൻസ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഗോൾ ആയിട്ടാണ് ഇപ്പോൾ സ്മൃതി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല എങ്ങനെയാണ് ഇ കെ നയനാർ എന്ത് ചെയ്യണമായിരുന്നു? ഇ കെ നയനാർ ആ സമയത്ത് എന്ത് തമിഴ്നാട് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പ്രതിയെ കേരള പോലീസ് എന്ത് ചെയ്യണമായിരുന്നു? കേരള പോലീസ് പിടിച്ചു കൊടുക്കും. ഒറ്റ കാര്യമുള്ളൂ, പിടിച്ചു കൊടുത്തോട്ടെ. പക്ഷെ അതൊരു വലിയ നേട്ടമാണ്. കാര്യം എന്താ? സാമൂഹിക സംഘർഷം ഉണ്ടാകുന്ന 302 ഇല്ലാതെ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാതെ ഇന്നേ വരെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നിലവിൽ PDP എന്ന് പറയുന്ന പാർട്ടിയാണ്. തെളിവുണ്ടെങ്കിൽ നമുക്ക് പറയാം, ചർച്ച ചെയ്യാം. Meet the editors.